നമസ്കാരം. നമ്മുടെ കൂടെയുള്ളത് ഡെയിൻ്റെ അമ്മ മെറിനാണ്. ഡെയിൻ കുറേ നാളുകളായിട്ട് നമ്മുടെ സെൻറ്ററിലുണ്ടായിരുന്നു. ഡെയിന് വളരെ സന്തോഷത്തോടെ അമ്മ മടക്കി സ്കൂളിലാക്കി കൊണ്ടുപോവുകയാണ്. ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. എന്തായിരുന്നു മെറിനെ നമ്മുടെ ബ്ലോസം വാലിയിൽ വന്നുള്ളൊരു അനുഭവം? ഹാപ്പിയാണോ? അതെ, ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ ഇവിടെ വരുന്നതിന് മുമ്പ്, അതായത് അവന് 2.25 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇവിടെ വരുന്നത്. അവൻ വന്നപ്പോൾ അവന് ഐ കോണ്ടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ ഒന്നും ഇല്ലായിരുന്നു. അമ്മ എന്ന് പോലും വിളിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കസിൻ വഴിയാണ് ഇവിടെ വരുന്നത്. കസിൻ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. വന്നപ്പോൾ നമ്മളാകെ ഡിപ്രസ്ഡ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കാനും കറക്റ്റ് തെറാപ്പിസ്റ്റും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വന്നതുകൊണ്ട് 1 മാസത്തിന് 1 മന്തിനകം കൊച്ചിന് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പം പിന്നീട് നമ്മൾ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റേതായ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ തെറാപ്പിസ്റ്റും ഇവിടെ വന്ന ശേഷം തെറാപ്പിസ്റ്റായിട്ടല്ലായിരുന്നു അവർ നമ്മളോട് പെരുമാറിയതും എല്ലാം. നമുക്ക് നല്ല വ്യൂസ് ആണ് കിട്ടിയിരുന്നത്. അതായത് നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ അവരതിൻ്റെ കുഞ്ഞിനെ ഇത് പോയിൻ്റ് ഔട്ട് ചെയ്യണം, എന്നാൽ അത് ഇമ്പ്രൂവ് ആകും എന്ന് നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം ഫോളോ ചെയ്തു. അതിനിപ്പം നമ്മൾ സ്കൂളിൽ വിടാൻ തുടങ്ങി. അവന് സ്കൂളിൽ നിന്നും ടീച്ചേഴ്സാണെങ്കിലും നല്ല ഹാപ്പിയാണ്. നന്നായിട്ട് പഠിക്കുന്നുമുണ്ട് ആള്. അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നീ ഇങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ വന്നേ? അതെ, നല്ല റിസൾട്ട് കിട്ടി. ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര ഹാപ്പി. എൻ്റെ പേരൻസ് ആണേലും പറഞ്ഞു, നമ്മൾ കറക്റ്റ് സമയത്തും വന്നു, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് കൊച്ചി നന്നായിട്ട് ഹാപ്പിയായിട്ട് പോകുന്നു. നമ്മൾ തീർച്ചയായിട്ടും ഒരു കുട്ടിയെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ അയക്കുമ്പോൾ അതിന് ഗുണനിലവാരം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഗുണനിലവാരത്തിൽ നമ്പർ 1 ആണോ ബ്ലോസം വാലി? നമ്പർ 1 ആണ്. തെറാപ്പിസ്റ്റുകളെല്ലാം നല്ല എല്ലാവരും തെറാപ്പിസ്റ്റും നമുക്ക് അച്ഛനോടാണെങ്കിലും ഫാദർ കുര്യാക്കോസ് അച്ഛനാണ്. നമുക്ക് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് എന്ത് കാര്യങ്ങൾ വേണം സംസാരിക്കാൻ പറ്റും. അച്ഛൻ്റെ അതിൻ്റെ എല്ലാത്തിനുമുള്ള ആൻസർ ഉണ്ട്. നമുക്കതിന് ഇന്നത് ചെയ്താൽ നിനക്ക് അത് കിട്ടുകടി എന്ന് നമ്മൾ അത്രയും നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്കൊരു തീരുമാനത്തിൽ അച്ഛന് പറയാൻ പറ്റുന്നു. അതെനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ മെറിനെ, താങ്ക് യു സോ മച്ച്.